നമസ്കാരം. ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രിയും ഗതാഗത മന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയിലെ പ്രാഥമിക അംഗത്തിൽ നിന്നും മന്ത്രിസ്ഥാനത്തു നിന്നുമെല്ലാം രാജിവെച്ചിരിക്കുകയാണ്. ഇത് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും മന്ത്രി അതീഷിക്കും അയച്ച രാജിക്കത്തിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാല വിവാദങ്ങളും സ്ഥാനമൊഴിയാനുള്ള കാരണങ്ങളായി ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആം ആദ്മി മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗം രാജിവെച്ചു പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് വൻ തിരിച്ചടി തന്നെയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾ ബാക്കി നിൽക്കെയുള്ള ഗെഹ്ലോട്ടിന്റെ രാജി പാർട്ടിക്ക് കനത്ത വെല്ലുവിളിയാണ് വരാൻ പോകുന്നത്. അതിനിടെ കൈലാഷ് ഗെഹ്ലോട്ട് BJP-യിൽ ചേരുമെന്ന സൂചനയും വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആഭ്യന്തരം, ഗതാഗതം, IT, സ്ത്രീ ശിശു വികസനം എന്നിവ ഉൾപ്പെടെ ഡൽഹി സർക്കാരിലെ പ്രധാന ചുമതലയാണ് കൈലാഷ് ഗെഹ്ലോട്ട് ഇത്രയും കാലം വഹിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ അഭിസംബോധന ചെയ്ത തന്റെ രാജിക്കത്തിൽ ആം ആദ്മി പാർട്ടി ഉള്ളിൽ നിന്ന് നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ മറികടന്നു. നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോയി. ശുദ്ധമായ നദിയായ മാറുമെന്ന് വാഗ്ദാനം ചെയ്ത യമുനയെ ഉദാഹരണമായി എടുക്കുക. പക്ഷെ അത് നടപ്പിലാക്കാൻ ആം ആദ്മി സർക്കാരിന് കഴിഞ്ഞില്ല. ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുന്നത്. ഇപ്പോൾ യമുന നദി മുമ്പത്തേക്കാൾ മലിനമായി കൊണ്ടിരിക്കുകയാണ്. കെജ്രിവാളിന്റെ കാലത്ത് നവീകരിച്ച മുഖ്യമന്ത്രിയുടെ വസതിയെ സൂചിപ്പിക്കാൻ BJP ഉപയോഗിക്കുന്ന പദമായ ശീഷ് മഹൽ പോലെയുള്ള ലജ്ജാകരവും വിചിത്രവുമായ നിരവധി വാദങ്ങളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇത്തരം വാദങ്ങൾ ആം ആദ്മി സർക്കാരിൽ, അതായത് ആം ആദ്മി പാർട്ടിക്ക് തന്നെ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ അത് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് ഗെഹ്ലോട്ട് പറയുന്നത്. ആം ആദ്മി പാർട്ടി സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പോരാടുകയാണെന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ പോലും നൽകാനുള്ള തങ്ങളുടെ കഴിവിനെ അത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നും ജനങ്ങൾ ഇപ്പോൾ ആം ആദ്മി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡൽഹി സർക്കാർ ഭൂരിഭാഗ സമയവും കേന്ദ്രവുമായി പോരാടിയാൽ ഡൽഹിക്ക് യഥാർത്ഥ പുരോഗതി ഉണ്ടാകില്ല എന്നും ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് ഞാൻ എന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. അത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റ് വഴികളില്ല എന്നും അതിനാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെക്കുകയാണെന്നാണ് ഗെഹ്ലോട്ട് അരവിന്ദ് കെജ്രിവാളിന് അയച്ച രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ EDയും CBIയും ഡൽഹിയെ പിടിച്ചുകുലുക്കിയ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം, അതായത് 1.5 വർഷത്തോളമായി തിഹാർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ ആം ആദ്മി ഡൽഹി പാർട്ടിയുടെ അടിവാരം അല്ലെങ്കിൽ മണ്ണ് ഒലിക്കാൻ തുടങ്ങിയതാണ്. അവസാനമാണ് ഒരു ഗത്യന്തരമില്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാരതം വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ വിശേഷിപ്പിക്കുന്ന അതീഷിയെ പിടിച്ച് മന്ത്രി കസേരയിലേക്ക് ഇരുത്തിയത്. അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. കാരണം മനീഷ് സിസോയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അതീഷിക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള എല്ലാ രഹസ്യ കാര്യങ്ങളും അതീഷിക്ക് നല്ല പോലെ അറിയാം. അതീഷിയെ തടഞ്ഞാൽ അതീഷി അതെല്ലാം വിളിച്ചു പറയുക തന്നെ ചെയ്യും. അവസാനം ഡൽഹി നിയമസഭയിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ, ഇനി വരുന്ന സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ ആം ആദ്മി സർക്കാർ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകും. അതുപോലെ തന്നെ ഈ ദേശീയ പദവി എന്നത് ആം ആദ്മി സർക്കാരിന് ഇല്ലാതെയാകും. അതുകൊണ്ട് തന്നെ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അതീഷിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്. പക്ഷെ അതീഷിയുടെ ഒരു രാമായണത്തിന്റെ ഒരു നാടകം, അതായത് ശ്രീരാമന്റെ കസേര ഒഴിച്ചിട്ടതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഇരിപ്പിടം ഒഴിച്ചിട്ട് ഒരു ചെറിയ കസേരയിലിരുന്ന മുഖ്യമന്ത്രി ഭരണം നടത്താൻ നോക്കിയ അതീഷിയുടെ ഒരു ഭരണം തന്നെയാണ് ഗെഹ്ലോട്ട് ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത്.